ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി UNA നടത്തിവരുന്ന സമരങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണയിലും അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ അനിശ്ചിതകാല സമരം നടത്തുന്നത്. ജനുവരിയിൽ പുതുക്കി നിശ്ചയിക്കേണ്ട ശമ്പളം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കഴിഞ്ഞ മാസങ്ങളിൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചയിലും തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചാണ് UNA പ്രത്യക്ഷ സമരം നടത്തുന്നത്. പണിമുടക്കിലുള്ള സമരം ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാണ് മാനേജ്മെന്റും സർക്കാരും നിർബന്ധിക്കുന്നത് എങ്കിൽ പണിമുടക്കിയുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്നും UNA മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ വർഷം ജനുവരിയിൽ സമരസൂചന നൽകിയിട്ടുണ്ടെന്നും മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നോട്ടീസ് മുഖാന്തരം സമരം അറിയിച്ചിരുന്നുവെന്നും UNA അറിയിച്ചു. അതിനാൽ തന്നെ പനിക്കാലത്ത് വന്ന സമരം രോഗികളോടുള്ള വെല്ലുവിളിയാണെന്നത് കുത്തക മുതലാളിമാരുടെ അടവുവാദം മാത്രമാണെന്നും സമരത്തെ ഗതി തിരിച്ചുവിടുവാൻ മാത്രമാണെന്നും UNA ഉന്നയിച്ചു. എന്നാൽ മാനേജ്മെന്റ് ഇതിൽ കാര്യമായ മാറ്റത്തിന് തയ്യാറായിട്ടില്ല. ജീവിക്കുവാനുള്ള നിവൃത്തികേട് കൊണ്ടാണ് ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ടു പോകുന്നതെന്നും 27 നടക്കുന്ന ചർച്ചയിൽ തീരുമാനമാകുമെന്നുള്ള പ്രതീക്ഷ പരാജയപ്പെട്ടതിനാലാണ് സമരം തുടരുന്നതെന്നും സംസ്ഥാന നേതാവായ ജിഷ പറഞ്ഞു. യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 1.5 വർഷമായിട്ടും നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പുതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ നിരന്തരമായ പോരാട്ടങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ജീവിക്കാൻ ഉള്ള നിവൃത്തി കേടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് എടുത്തു ചാടാൻ നിർബന്ധിതരായിരിക്കുന്നത്. കഴിഞ്ഞ 27-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ കാര്യങ്ങൾ തീരുമാനമാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. എന്നാൽ മാനേജ്മെൻറ്റിൻ്റെ മർക്കടമുഷ്ടിക്ക് മുമ്പിൽ നഴ്സുമാർ പിന്നെയും മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് പോയപ്പോൾ പിടിച്ചു നിൽക്കാൻ വേറെ നിവർത്തിയൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഞങ്ങൾ കടക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ തൃശ്ശൂരാണ് സമരങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 11-ാം തീയതി ഞങ്ങൾ ആദ്യമായിട്ട് സൂചന പണിമുടക്ക് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഇന്ന് ഈ നിമിഷം വരെ യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ ഒരു ഹോസ്പിറ്റലുകളിലും പണിമുടക്കിക്കൊണ്ടുള്ള സമരത്തിലേക്ക് ഈ ആവശ്യത്തിൻ്റെ പേരിൽ ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല. എന്നാൽ മാനേജ്മെൻറ്റ് സ്റ്റാഫ് ഷോർട്ടേജ് എന്നുള്ള ഏറ്റവും വലിയ ശാപത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് നഴ്സുമാരുടെ സമരം എന്നുള്ള പേരിൽ നഴ്സുമാരുടെ പ്രക്ഷോഭത്തെ മുദ്രകുത്തി അതിലേക്ക് മറക്കുകയാണ് ചെയ്യുന്നത്. തികച്ചും ന്യായമായ ആവശ്യമാണ് UNAയുടേതെന്നും മാനേജ്മെന്റുകൾ തീർച്ചയായും ഇവരോട് നീതി കാണിക്കേണ്ടതുണ്ടെന്നും പൊതുപ്രവർത്തകനും വനിതാ ശിശുക്ഷേമ അവാർഡ് ജേതാവുമായ KR രവി പറഞ്ഞു. ഇത്തരത്തിൽ സമരം ഇരിക്കാൻ അനുവദിക്കുന്നത് തന്നെ, സമരം ഇരിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് തന്നെ തെറ്റാണ്. മാനേജ്മെൻറ്റ് തീർച്ചയായും ഇവരോട് നീതി പാലിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് അതനുസരിച്ചുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട്. അടിയന്തരമായി നഴ്സുമാർ, സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ അവരുടെ ജീവിതം ഇന്നത്തേതുപോലെ നാളെയും നിലനിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ചരിത്രത്തിലൊരു പക്ഷേ ഐതിഹാസികമെന്ന് രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഈ പ്രക്ഷോഭം അടിയന്തരമായി ബന്ധപ്പെട്ടവർ ചേർന്ന് ഒത്തുതീർക്കണമെന്ന് ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. CCA ന്യൂസ്, പെരിന്തൽമണ്ണ. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിലെ 5 ക്ഷീര സംഘങ്ങളും സംയുക്തമായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കടമ്പഴിപ്പുറം യുവതാ സ്റ്റഡി സെന്ററിൽ നടന്ന ക്ലാസ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു അധ്യാപക മേഖലയിൽ പ്രവർത്തിച്ചു പോരുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും അധ്യാപകരെല്ലാം പ്രവർത്തിച്ചു പോരുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് പരസ്പര മത്സരത്തിലാണ്. നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുക എന്ന് ഒരു രക്ഷിതാവ് തീരുമാനിച്ചാൽ അതവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ രീതിയിൽ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ക്ഷീരകർഷകര് നല്ല പ്രവർത്തന സാധ്യതയുള്ള സംഘത്തിലേക്ക് മതി എന്റെ മെമ്പർഷിപ്പ് എന്ന് പറയാൻ ചിലപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. കുറെ ദൂരം പോകണം, മറ്റേ നിർത്തിയോട് വരുന്ന രീതിയിലുണ്ട്. അതിന് മാറി വരണം. ഏത് പദ്ധതി വന്നാലും എന്റെ സംഘത്തിലെ കൃഷിക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള താല്പര്യമുള്ള മനസ്സായി ഇതിലെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ മാറി വരണം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോമോൻ ജോർജ് പഠന ക്ലാസിന് നേതൃത്വം നൽകി. നേതൃത്വ ഗുണങ്ങളിൽ വിഷയാവതരണം അദ്ദേഹം നടത്തി. പുല്ലണ്ടശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് AP ബഷീർ, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അംബുജാക്ഷി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM നാരായണൻ മാസ്റ്റർ, ഉഷ നാരായണൻ, കുഞ്ഞഹമ്മദ്, M. സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCA ന്യൂസ്, കടമ്പഴിപ്പുറം.
ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപം നെൽവയൽ നികത്തി അനധികൃതമായി നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണത്തിനെതിരെ BJP പാലപ്പുറം ഏരിയ കമ്മിറ്റി പ്രതീകാത്മക പിടിച്ചെടുക്കലും കൊടിനാട്ടലും നടത്തി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ എന്താ സംഭവം പറഞ്ഞാൽ ഏക്കർ കണക്കിന് വരുന്ന ഈ നെൽവയൽ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത്, അതായത് നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം ഇതിനെ സംബന്ധിച്ച് ഈ നെൽവയൽ നികത്തപ്പെടാൻ ഒരു കാരണവശാലും പറ്റില്ല. അത് അധികൃതരുടെ ഭാഗത്തു നിന്ന്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വളരെ ഒത്താശ ഈ കാര്യം വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒത്താശ ചെയ്തു കൊടുത്തു എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്ന ഈ മായനൂർ പാലത്തിന് സമാന്തരമായി അത്രയും ഹൈറ്റിൽ, ഉയരത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സമരം BJP ജില്ലാ സെക്രട്ടറി P. സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. C. സുമേഷ് അധ്യക്ഷത വഹിച്ചു. T. ശങ്കരൻകുട്ടി, A. പ്രകാശൻ, KP കൃഷ്ണകുമാർ, KP രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള ജമയത്തുൽ ഉലമയുടെ കീഴിലുള്ള 9709 മദ്രസകളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ആലിപ്പറമ്പ്, പൊടേക്കാട്, കണക്കഞ്ചേരി റൗളത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം പെരിന്തൽമണ്ണ മണ്ഡലം SYS ട്രഷറർ സയ്യിദ് OMS തങ്ങൾ നിസാമി മേലാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനുഷ്യ ജിന്ന വിഭാഗത്തെ എനിക്ക് വേണ്ടി ആരാധിക്കാനാണ് സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയോ ജിന്നുകളെയോ അല്ലാഹു പടച്ചിട്ടില്ല എന്നാണ് ഖുർആനിൽ പറയുന്നത്. അല്ലാഹുവിനെ ആരാധിക്കാൻ, ആ ആരാധനയെ കുറിച്ചുള്ള പഠനം അറിയാൻ നിർബന്ധമാണ്. ആ പഠനം മദ്രസയിലാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ അധ്യാപനമാണ് മദ്രസയിലെ ഉസ്താദുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ അല്ലാഹുവിനെ ആരാധിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം, ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്തുകൂടാ എന്നതിലേക്കുള്ള മത പഠനം നൽകുന്ന മദ്രസ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം വിജയിച്ചെടുത്തെങ്കിൽ മാത്രമേ അല്ലാഹു മനുഷ്യരെ കൊണ്ട്, ജിന്നുകളെ കൊണ്ട് ലക്ഷ്യം വെച്ച ആ ഒരു ഖുർആനിക അധ്യാപനം നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മറ്റും അരങ്ങേറി. പ്രധാനാധ്യാപകൻ ഉസ്മാൻ മുസ്ലിയാർ അലനല്ലൂർ അധ്യക്ഷത വഹിച്ചു. മദ്രസ മുഖ്യ രക്ഷാധികാരി K. ബാപ്പുട്ടി ഹാജി, ഷമീം ദാരിമി, ഉസ്മാൻ ദാരിമി, കണക്കഞ്ചേരി റഷീദ്, K. അബ്ദുപ്പു, റഷീദ്, K. അബ്ദുസലാം, അലിമോൻ, ഷെരീഫ്, അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ ഗഫൂർ വാഫി സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു. CCA ന്യൂസ് പെരിന്തൽമണ്ണ. കടമ്പഴിപ്പുറം ബ്രഹ്മൻചോല റോഡ് തകർന്ന് യാത്രാ ദുരിതം രൂക്ഷമായി. മഴക്കാലം ആരംഭിച്ചതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതപൂർണമാണ്. ഒരു പതിറ്റാണ്ടിലേറെയായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട്. കടമ്പഴിപ്പുറത്ത് നിന്ന് 7 കിലോമീറ്റർ ദൂരമുള്ള ഈ ഗ്രാമീണ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാണ്. 4 പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന ഈ പാത ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ പാത കൂടിയാണ്. എന്നാൽ ഇപ്പോൾ ദുരിതപൂർണമായ യാത്രയാണ് പാത സമ്മാനിക്കുന്നത്. നിരവധി യാത്രക്കാരും അതിലുപരി സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങളും കടന്നുപോകുന്ന ഈ പാതയിലൂടെ 10ഓളം റൂട്ട് ബസ്സുകളും സർവീസ് നടത്തുന്നു. പലപ്പോഴും പാതയുടെ ദുരവസ്ഥ കാരണം ട്രിപ്പുകൾ മുടങ്ങുന്നത് പതിവാണ്. ഒറ്റപ്പാലത്തെയും മണ്ണാർക്കാടിനെയും ബന്ധിപ്പിക്കുന്ന ദൂരം കുറഞ്ഞ പാത കൂടിയായ ഇതിന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന് പരാതിയും ഉയർന്നുണ്ട്. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ പദ്ധതികൾ പലതും പ്രഖ്യാപിക്കുമ്പോഴും പാതയുടെ വികസനം ജനങ്ങൾക്കെന്നും സ്വപ്നം മാത്രമായി തുടരുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പരിധിയിൽ വരുന്ന ഈ പാതയിലെ പല സ്ഥലങ്ങളിലെയും ടാറിങ്ങിന്റെ ലക്ഷണങ്ങൾ പോലും അവശേഷിക്കുന്നില്ല. വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട ഈ പാതയെ ഉപേക്ഷിച്ച് കിലോമീറ്ററുകൾ ചുറ്റിയുള്ള യാത്രയ്ക്ക് പലപ്പോഴും യാത്രക്കാർ നിർബന്ധിതരാകുന്നു. അതിസാഹസികത കാട്ടിയാണ് പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ വരെ ഇതിലൂടെ കടന്നുപോകുന്നത്. MLA ഫണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ പാതയുടെ വികസനത്തിനായി വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പണികൾ ആരംഭിക്കുവാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. CCA ന്യൂസ് കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നഗരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അറ്റകുറ്റപ്പണി നടത്തുവാൻ പോലീസ് സേനയും രംഗത്ത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ദുരിതമായപ്പോൾ പോലീസ് നേരിട്ട് രംഗത്തെത്തി മാതൃകയായി. മഴ പെയ്തതോടെ റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമായി. പ്രശ്നപരിഹാരത്തിന് അധികൃതർ എത്താത്തതിനാൽ നിർദ്ദിഷ്ട സ്ഥലത്ത് ക്വാറി വേസ്റ്റ് ഇട്ട് പരിഹരിക്കുകയാണ് ചെയ്തത്. മണ്ണാർക്കാട് CI ഹിദായത്തുള്ളയുടെ നേതൃത്വത്തിലാണ് റോഡ് നന്നാക്കൽ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടത്. കോടതിപ്പടി മുതൽ കുന്തിപ്പുഴ വരെയുള്ള ഭാഗത്തെ വെള്ളക്കെട്ടുകളാണ് നികത്തിയത്. മണ്ണാർക്കാട് നഗരത്തിൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണത്തിന്റെ തുടർച്ചയാണ് ഇത്തരത്തിലുള്ള റോഡ് അറ്റകുറ്റപ്പണികളും. CCA ന്യൂസ് ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ആരോഗ്യസേനയുടെ പ്രഖ്യാപന യോഗം നടത്തി. ഒറ്റപ്പാലം MLA ഉണ്ണി യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇതുമായി ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാർജ്ജന പ്രവർത്തനത്തെ സംബന്ധിച്ച് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി.
മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ജില്ലാതലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ വിളിച്ചു കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ ജില്ലാ ഡെവലപ്മെന്റ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഇതും വളരെ സങ്കീർണമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP റീത്ത വിശിഷ്ടാതിഥിയായിരുന്നു. ഡെങ്കിപ്പനിയെ സംബന്ധിച്ച് ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് ക്ലാസ് എടുത്തു. പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിനായി രൂപീകരിച്ച ഹരിതസേനയെപ്പറ്റിയും ഹരിതശ്രീ പദ്ധതിയെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരിദാസ് വിശദീകരിച്ചു. പഞ്ചായത്ത് തലത്തിൽ 320 പേർ അടങ്ങുന്ന ആരോഗ്യസേനയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ആരോഗ്യസേനയിൽ ആശാപ്രവർത്തകർ, അംഗനവാടി ടീച്ചേഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. യോഗത്തിന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും വാർഡ് മെമ്പർ രാജൻ നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു ശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രുക്മിണി, ഉണ്ണികൃഷ്ണൻ, വിനോജ്, മാധവിക്കുട്ടി, ശാരിക, ജയശ്രീ, ഉഷാകുമാരി എന്നിവർ പങ്കെടുത്തു. CCN ന്യൂസ്, ശ്രീകൃഷ്ണപുരം. പനി ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ കടമ്പഴിപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ ചുക്കുകാപ്പി വിതരണം നടത്തി. കടമ്പഴിപ്പുറം DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രോഗികൾക്ക് ചുക്കുകാപ്പി വിതരണം നടത്തിയത്. ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി അംഗം K. രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ഷാജി, പ്രസിഡന്റ് ബിജു, വത്സൻ, ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവ് വരുന്നതുവരെ ചുക്കുകാപ്പി വിതരണം തുടരുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. CCN ന്യൂസ്, കടമ്പഴിപ്പുറം. പനമണ്ണ സൗത്ത് ഒറ്റപ്പാലം NVA UP സ്കൂൾ PTA യോഗം നടത്തി. യോഗം ഹെഡ്മിസ്ട്രസ് രാജി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. ഷൌക്കത്ത് അലി, വസന്ത മല്ലിപ്പറമ്പിൽ, സുബിത, രാം മോഹൻ, ഷിഹാബുദ്ദീൻ, ലളിതാദേവി, നഫീസ ടീച്ചർ, ജാനകി ദേവി, പ്രഭാവതി, സാവിത്രി എന്നിവർ സംസാരിച്ചു. CCN വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കൂ www.ccntv.in. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് K. സുധാകരനെ DYFI തടഞ്ഞുവച്ചു. സംഭവം നെഹ്റു ഗ്രൂപ്പ് പ്രതിനിധികളുമൊത്ത് മർദ്ദനക്കേസ് ഒത്തുതീർപ്പാക്കാനെത്തിയപ്പോൾ സുധാകരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI SFI പ്രവർത്തകർ ചെർപ്പുളശ്ശേരി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി UN നടത്തിവരുന്ന സമരങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു. പെരിന്തൽമണ്ണ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് സ്വകാര്യ ആശുപത്രി നഴ്സുമാർ അനിശ്ചിതകാല സമരം നടത്തുന്നത്. കൊതുകുകളുടെ ആവാസ കേന്ദ്രമായി മാറിയ പെരിന്തൽമണ്ണയിലെ തൊണ്ടി വാഹന ശേഖരങ്ങൾ 6 മാസത്തിനുള്ളിൽ നീക്കം ചെയ്യാൻ നിർദ്ദേശം. പെരിന്തൽമണ്ണയിൽ കൂട്ടിയിട്ട തൊണ്ടി വാഹനങ്ങളുടെ വാർത്ത CCN ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. ഒറ്റപ്പാലം നഗരത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾക്കെതിരെ നഗരസഭയുടെ നടപടി. തൊഴിലാളികളിൽ മാരകരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ലാത്ത കുടിലുകൾ പൊളിച്ചു നീക്കി തുടങ്ങിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ്, കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.